അങ്കോലയിൽ അർജുനായുള്ള തെരച്ചിലിനായി ആർമിയുടെ റഡാർ നാളെ എത്തും. റോഡിന്റെ ഒരു വശത്തെ മണ്ണ് മാറ്റാനുണ്ടെന്നും വാഹനം നദിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഫോൺ പ്രവർത്തിക്കില്ല എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടർച്ചയായ 6ാം ദിവസവും ഫലം കണ്ടില്ലെന്ന സങ്കടകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്. മറ്റു ദിവസങ്ങൾ പോലെ ആയിരുന്നില്ല ഇന്നത്തെ ദിവസം. വലിയ ചടുലമായ തെരച്ചിൽ നടന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്റെ പിന്നിൽ കാണുന്ന റോഡിലെ മണ്ണിൽ ഏതാണ്ട് ഒരു 50% മണ്ണ് പൂർണ്ണമായും എടുത്തു മാറ്റി. പക്ഷെ എന്നിട്ടും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. നാളെ എന്ത് ചെയ്യും എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യം. നാളെ എന്താണ് അവരുടെ ഒരു പ്ലാൻ എന്നത് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വി ആർ ഓൺ ലൈവ്. പ്ലീസ് വെയിറ്റ് 2 minutes. We are 2 minutes. 1 minute. കർണാടക പോലീസ് വലിയ തോതിൽ ഇവിടെ നിന്ന് ആളുകളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ സ്വാഭാവികമായും രഞ്ജിത്തിനോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എന്താണ് നാളെ നമ്മൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ആർമി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മളെല്ലാവരും ജോയിന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ എന്തായാലും ലാൻഡിൽ തന്നെ ഉണ്ടെന്നുള്ളത് ആണ് നമ്മുടെ സജഷൻസ് എല്ലാം. ആർമി ഇത് ശരിവെക്കുന്നു, NDRF ശരിവെക്കുന്നു. ബാക്കി സ്റ്റേറ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല. അത് കാരണം നമുക്ക് ലാൻഡ്, കാരണം ഈ 2 ദിവസം ഫോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ലാൻഡിലോണ്ട് തന്നെ തെളിയിക്കുന്ന ഏറ്റവും വലിയ പോയിന്റാണ്. പിന്നെ ബാക്കിയുള്ള എൻ്റെ സോയിൽ ഇപ്പോൾ എൻ്റെ ആ ഒരു ബോൾഡർ, വലിയ ബോൾഡർ, ഹെവി ബോൾഡർ അടക്കാണ്, വലിയ ഹെവി സ്റ്റോൺസ് അതൊന്ന് പൊട്ടിച്ച് കളയണം. ആ പൊട്ടിക്കല മെഷീനൊക്കെ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഡിലേയും ഉണ്ട്. ഇത് പറയുന്ന ഡിലേയും ഉണ്ട്. നാളെ 10 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ പറ്റുന്ന റഡാർ നാളെ എത്തുന്നുണ്ട്. റഡാർ കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റഡാർ ആർമിയുടെ തന്നെയാണ്. ഇന്ത്യൻ ഡിഫൻസിന്റെ ബാക്കി മണ്ണും കൂടി നാളെ മാറ്റും. ബാക്കി മണ്ണിന് മാറ്റാനുണ്ട്. ഇനി പോസിബിൾ നമ്മൾ ഈ കണ്ട ബെൻസിൽ ഓരോ GPS ലൊക്കേഷൻ ഇല്ലേ, അവിടെ നമ്മൾ മാറ്റിയിട്ടില്ല. അവിടത്തേക്ക് എത്തുന്നേ ഉള്ളൂ. നമ്മൾ GPR സ്റ്റാർട്ട് ചെയ്ത് GPR പൊസിഷൻ ആദ്യം നോക്കിയത്. പിന്നെ GPS റഡാർ പൊസിഷൻ ചെയ്ത് പിന്നെ ഒരു മറ്റേ ആ പൊസിഷനിലേക്ക്, അതായത് ബെൻസിൽ ലോറിയുടെ കാണിച്ച ആ GPS പൊസിഷനിലേക്ക് നീങ്ങുന്നുള്ളൂ. കാരണം അതിന്റെ ഒരു ഓപ്പോസിറ്റ് ചാക്കട ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ തുടങ്ങും. രാവിലെ തുടങ്ങും. ഏർലി മോർണിംഗ് തന്നെ നാളെ തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഇന്ന് റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ആ ലോറി അതിനുള്ളിൽ ഉണ്ടാകാനുള്ള, മണ്ണിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. പക്ഷെ അത് ഈ ഇത്തരത്തിൽ ഇവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെ ലോറിയുണ്ട്. അത് കണ്ടെത്താനുള്ള നടപടികളിലേക്കാണ് പോവുക. നാളെ രാവിലെ മുതൽ തന്നെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. നാളെ രാവിലെ തന്നെ, അതിരാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കാനാണ് പ്ലാന്. മംഗളൂരിൽ നിന്ന് 10 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റഡാർ നാളെ രാവിലെ എത്തും. അത് ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി വിശദമായ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവരെത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ചടുലമായ തെരച്ചിൽ നടന്നു. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഭൂരിഭാഗം, അതായത് ഒരു 50%-ലധികം മണ്ണ് ഇന്ന് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ ടോറസ് ലോറിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെയും ഈ തെരച്ചിൽ തുടരാനാണ് തീരുമാനം. ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള നിരവധി ആളുകൾ, പ്രമുഖരായ നിരവധി ആളുകൾ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തെത്തുകയും അവിടെ ഈ തെരച്ചിൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉന്നതതല യോഗം വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. എന്തായാലും നാളെയെങ്കിലും അർജുനിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ സംഘം.